വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഒന്നും കൂടിയും പോയി നോക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഇന്ത്യയിൽ നോക്കാൻ പറഞ്ഞിട്ടില്ല. അതും കൂടി ഒന്ന് നോക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉള്ളത് എന്നുള്ളത് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രശ്നത്തിലും കൂടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നോക്കിയിട്ടുണ്ട്. പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി. പക്ഷേ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലും ഗോൾഡ് എന്തായിട്ടുണ്ട്, അവസാന നിമിഷങ്ങളിൽ ഗോൾഡ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. വൻ തകർച്ചയായിരുന്നു, ഭയങ്കര തകർച്ചയായിരുന്നു ഉണ്ടായിരുന്നു. ആ വൻ തകർച്ചയിൽ നിന്ന് ഗോൾഡ് കയറി വന്നിട്ടുണ്ട്. പലതും പോയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു റിപ്പൾഷൻ, ഒരു റിട്രേസ്മെൻറ്റ്, ഒരു റീട്രീറ്റ് ഗോൾഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ നേച്ചറിലുള്ള ആഘാതം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആഘാതം എന്തായിട്ടുണ്ട്, കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവും ഇപ്പോഴും സിവിയർ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ സമാധാനം ഉണ്ടായിട്ടില്ല ഈ മൊമെൻറ്റിൽ വരെ. അതേപോലെ ഇസ്രായേൽ കുറച്ച് മുമ്പ് കൂടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലെബനോണിലൊക്കെ. അമേരിക്കൻ്റെ ടൈപ്പ് പല ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ ആണ് ഇപ്പോൾ റിപ്പോർട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിൽ അതേപോലെ ഗാസയിലും ഇസ്രായേലിൻ്റെ അറ്റാക്ക് വരികയാണ്. അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ യാതൊരു കുറവും വന്നിട്ടില്ല ഈ ഒരു സെക്കൻഡിൽ വരെ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവം. സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ, എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും എന്നുകൂടി ഇന്ത്യയിൽ പറഞ്ഞ ഗോൾഡ് ഒരു സമയം $2645 അടിയേക്ക് പോലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഗോൾഡ് നില മെച്ചപ്പെടുത്തിയിട്ട് 2657 മാനേജ് ചെയ്തെടുത്തു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സമയം 520 രൂപ വരെ ഇന്ന് കുറഞ്ഞേക്കാവുന്ന നില ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്വർണ്ണത്തിന്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ ഗോൾഡ് ഒരുപാട് നില മെച്ചപ്പെടുത്തി കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പ്രൈസായ 56,800 പവന്. ഗ്രാമിനാണെങ്കിൽ 7100. അപ്പോൾ പവൻ്റെ 56,800 നിന്നും ഇന്ന് വെറും ഒരു 240 രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത്. 240 മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ്. ഗോൾഡ് ഒരുപാട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, $2655 നിന്ന് ഗോൾഡ് 2645 ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നു എന്നുള്ളത് ഒരു നല്ലൊരു $40 ഒരു അത് ഗോൾഡിൻ്റെ ലോങ് റാലിൻ്റെ ഫാസ്റ്റ് ഉണ്ടല്ലോ, പേസ്, അത് അല്പമെങ്കിലും എന്തായിട്ടുണ്ട്, ഒന്നൊന്ന് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പോയിൻ്റ് നോട്ട് ചെയ്യണം. ബട്ട് ലോങ് ടേം ഗോൾഡ് റാലി ഇൻടാക്റ്റ് തന്നെയാണ് ഉള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോൾവ് ആവാത്തതുകൊണ്ടും US ഇലക്ഷൻ വരുന്നതുകൊണ്ടും ഫെഡറൽ റേറ്റ് കട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ഫർദർ ഡോളർ ഡിക്ലൈൻ ആൻഡ് ബോണ്ട് ഈൽഡിന് കാരണം ഉണ്ടായി. ഗോൾഡ് ഉയരുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. ബട്ട് കറക്ഷൻസ് ഉണ്ടാകും, അത് വാങ്ങാനുള്ള അവസരം മാത്രമാണ്. ഓക്കെ.